നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡയറോട്ടിക്സിനെ കുറിച്ചാണ്. അതിന്റെ വേറൊരു പേരാണ് വാട്ടർ പിൽസ്. Diuretics are drugs that increase volume of urine excreted. നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിന്റെ വോളിയം കൂട്ടുന്ന മെഡിസിൻസ് ആണ് ഡയറോട്ടിക്സ്. മോസ്റ്റ് ഡയറോട്ടിക് ഏജൻസ് അയൺ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ ഇവിടെ സോഡിയത്തിന്റെയും മറ്റ് അയൺസിന്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ അയൺസിന്റെ റീഅബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനോട് തന്നെ വാട്ടറിന്റെ റീഅബ്സോർപ്ഷനും ഇവ കുറയ്ക്കുന്നുണ്ട്. സോ ഹയർ എമൗണ്ട് അയൺസും വാട്ടറൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡയറോട്ടിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അയണിക് ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റേഴ്സ് കൂടാണ്ട് തന്നെ അതർ ടൈപ്പ് ഓഫ് ഡയറോട്ടിക് എന്ന് വെച്ചാൽ ഓസ്മോട്ടിക് ഡയറോട്ടിക്സ്, ആൾഡോസ്റ്റെറോൺ ആന്റഗോണിസ്റ്റ്, കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെയാണ്. പിന്നെ ഡയറോട്ടിക്സ് മോസ്റ്റ് കോമൺലി മാനേജ് ചെയ്യുന്നത് എക്സസീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ് റിട്ടൻഷൻ ആണ്, അല്ലെങ്കിൽ എഡിമയാണ്. പക്ഷെ സിസ്റ്റമിക് എഫക്ട്സിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ ആണ് തൈറോയ്ഡ് ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യുന്നു, കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ ഗ്ലോക്കോമയ്ക്ക് യൂസ് ചെയ്യുന്നു, ആൾഡോസ്റ്റെറോൺ ആന്റഗോണിസ്റ്റ് ഹാർട്ട് ഫെയിലിയറിനും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഡയറോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നാമതാണ് കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. ഒരു എക്സാമ്പിൾ ആണ് അസറ്റസോളമൈഡ്. ഓസ്മോട്ടിക് ഡയറോട്ടിക് എക്സാമ്പിൾ മാനിറ്റോൾ. ലൂപ്പ് ഡയറോട്ടിക്സിന്റെ എക്സാമ്പിൾ ആണ് ബുമെറ്റനൈഡ്, ഫുറോക്സിമൈഡ്, റാസിമൈഡ്. തൈസൈഡ് റിലേറ്റഡ് ഡയറോട്ടിക്സിൽ വരുന്നതാണ് ബെൻഡ്രോഫ്ലൂമെത്തസൈഡ്, ക്ലോർതാലിഡോൺ, ഹൈഡ്രോക്ലോറോതൈസൈഡ്, ഇൻഡപ്പമൈഡ്, മെറ്റോളോസ്റ്റോൺ. പൊട്ടാസ്യം സ്പൈറിൻ ഡയറോട്ടിക്സിൽ വരുന്നതാണ് അമിലോറൈഡ്, എപ്പിലെർനോൺ, സ്പൈറനോലാക്ടോൺ ആൻഡ് ട്രയാംറ്ററിൻ. ബ്ലഡ് പ്ലാസ്മയിൽ 16 തൊട്ട് 20% ഫിൽട്ടർ ചെയ്യുന്നത് നമ്മുടെ ഗ്ലോമുറുലസിൽ കൂടെയാണ് ഫിൽട്ടർ ചെയ്യുന്നത്. അത് ബൊമാൻസ് ക്യാപ്സൂളിൽ എത്തുന്നുണ്ട്. ദെൻ ഈ ഫിൽട്രേറ്റ് എന്താണ്, നോർമലി ഫ്രീ ഓഫ് പ്രോട്ടീൻസ് ആണ് ആൻഡ് ബ്ലഡ് സെൽസ് ആണ്. കണ്ടെയ്ൻ മോസ്റ്റ് ഓഫ് ദ ലോ മോളിക്കുലാർ വെയ്റ്റ് കമ്പോണൻസ് ഇൻ കോൺസെൻട്രേഷൻ സിമിലർ ടു ദാറ്റ് ഇൻ ദ പ്ലാസ്മ. സോ ലോ മോളിക്കുലാർ വെയ്റ്റ് ഉള്ള എന്താണ് സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ്, സോഡിയം ബൈകാർബണേറ്റ്, അമിനോ ആസിഡ്, ഓർഗാനിക് സോളിഡ് ആസ് വെൽ ആസ് ഇലക്ട്രോലൈറ്റ്സ്. ഇതൊക്കെയാണ് ഈ ഫിൽട്രേറ്റിൽ ഉണ്ടാവുക. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോൺ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ 5 ഫങ്ഷണൽ സോൺസ് ഉണ്ട്. ഇവിടെ യൂറിനിലുള്ള അയൺസും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ സെക്രീഷൻ അല്ലെങ്കിൽ പാസീവ് റീഅബ്സോർപ്ഷൻ ഒക്കെ വഴിയാണ് നമ്മുടെ കിഡ്നിയിൽ വോളിയം ഓഫ് യൂറിനും അയോണിക് കമ്പോസിഷനും റെഗുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ 5 ഫങ്ഷണൽ സോൺസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് പ്രോസിമൽ കൺവോല്യൂട്ടർ ട്യൂബിൾ, രണ്ടാമത് ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി, മൂന്നാമത്തത് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവോല്യൂട്ടർ ട്യൂബിൾ ആൻഡ് കളക്ടിങ് ട്യൂബിൾ ആൻഡ് ഡക്ടർ. ഈ 5 ഫങ്ഷണൽ സോൺസിലാണ് നമ്മുടെ സോഡിയത്തിന്റെ വാട്ടറിന്റെയും റീഅബ്സോർപ്ഷൻ ഇങ്ങനെ നടന്ന് യൂറിന്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്നത്. ഇവിടെ കിഡ്നിയുടെ അനാട്ടമി ആണ് കൊടുക്കുന്നത്. കോർട്ടക്സ്, ഇത് ഔട്ടർ കോർട്ടക്സ്, ഇന്നർ മെഡുല, ദെൻ റീനൽ പെൽവിസ്, യുറേറ്റർ. ഇവിടെ ആയിട്ടാണ് നെഫ്രോണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. ഇങ്ങനെ കുറേ നെഫ്രോൺസ് കിഡ്നിയിലുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്, ഗ്ലോമറുലസ്, ബൊമാൻസ് ക്യാപ്സൂൾ, പ്രോസിമൽ കൺവോല്യൂട്ടർ ട്യൂബിൾ ആണിത്. ദെൻ ലൂപ്പ് ഓഫ് ഹെൻലി, distal convoluted tubule, collecting duct and renal pelvis. ഇനി എന്താണ് proximal convoluted tubule? Proximal convoluted tubule is the first part of the renal tubule in a nephron, the functional unit of the kidney. It starts right after the Bowman's capsule, which receives the filtrate from the glomerulus.
The PCT is the first tube that carries the filtered fluid after the blood is filtered by the glomerulus. Location നമ്മളിപ്പോൾ നേരത്തെ കണ്ടു, കോർട്ടക്സ് റീജിയനിലാണ്. ദെൻ ബൊമാൻസ് ക്യാപ്സൂളിനെ കണക്ട് ചെയ്ത് ലൂപ്പ് ഓഫ് ഹെൻലിക്ക് പോകുന്നു. ഈ PCTയുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത് റീഅബ്സോർപ്ഷൻ ആണ്. PCT എന്തെയാണ്? മേജർ ജോബ് ഈസ് ടു reabsorb substances from the filtrate back into the blood. Around 65 to 70% of the filtered material is reabsorbed here. അപ്പം ഫിൽട്ടർ ചെയ്ത മെറ്റീരിയൽ വാട്ടറിൽ 65% റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെയിൻറ്റെയിൻസ് ബോഡി ഫ്ലൂയിഡ് ബാലൻസ്. ദെൻ സോഡിയം 65%, കൺട്രോൾ ബ്ലഡ് പ്രഷർ ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ്. ഗ്ലൂക്കോസ് 100% റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. എനർജി സോഴ്സ് നോർമലി ഓൾ റീഅബ്സോർബ്. അമിനോ ആസിഡ് അതും 100% പ്രോട്ടീൻ സിന്തസിസ് ആണ് പർപ്പസ്. ബൈകാർബണേറ്റ് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് 90%. അത് ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത്തെ മേജർ ഫങ്ഷൻ സെക്രീഷൻ ആണ്. The PCT also secretes waste products from the blood into the tubule. So ഇതാണ് ബ്ലഡ് സ്ട്രീം. ഇത് ലൂമൻ ആണ് ട്യൂബുളിൻ്റെ. ഇത് പ്രോക്സിമൽ കൺവോൾട്ടഡ് ട്യൂബുൾ സെൽ. സോ ഇവിടെ ഹൈഡ്രജൻ അയോൺസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അമോണിയം അയോൺസ്, ക്രിയാറ്റിനൈൻ, സെറം ഡ്രഗ്സ് ആൻഡ് ടോക്സിൻ. ഇനി ട്രാൻസ്പോർട്ട് മെക്കാനിസം. ഇവിടെ Na+, K+, ATPase പമ്പാണ്. ഡ്രൈസ് സോഡിയം റീഅബ്സോർപ്ഷൻ. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് sodium glucose co-transporter. Then osmosis, water follows solute movement. ഇവിടെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഗ്ലൂക്കോസിൻ്റെ റീഅബ്സോർപ്ഷൻ 100% നടക്കുന്നത് പ്രോക്സിമൽ കൺവോൾട്ടഡ് ട്യൂബിൾ വെച്ചാണ്. പക്ഷേ ഗ്ലൂക്കോസ് യൂറിയ, അതായത് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ occurs in diabetes mellitus when glucose reabsorption in PCT is overwhelmed. Then ഈ പ്രോക്സിമൽ കൺവോൾട്ടഡ് ട്യൂബുകളിലാണ് കാർബോണിക് അൻഹൈഡ്രേസ് എൻസൈം. ഇവിടെ കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ട് ഓൺ ദ PCT യൂസ്ഡ് ആസ് ഡയറോട്ടിക്സ്. Then toxic injury to the PCT from heavy metals and drugs can cause acute ട്യൂബുലാർ നെക്രോസിസ്. ഇതൊരു കണ്ടീഷനാണ്. നെക്രോസിസ് മീൻസ് ടിഷ്യൂ ഡെത്ത് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഹെവി മെറ്റൽസ്, ഡ്രഗ്സിൻ്റെ ഒക്കെ എക്സ്പോഷർ കാരണം അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് ഉണ്ടാകാം. Loop of Henle, the U-shaped part of the nephron in the kidney. It has two limbs. Descending limb goes down into the medulla. Ascending limb goes back up towards the cortex. ഇത് മിഡിലിലേക്ക് പോകുന്നു, ഇത് കോർട്ടക്സിലേക്ക് പോകുന്നു. The descending limb is the first half of the loop. Location starts after the proximal convoluted tubule, ascends down into the renal medulla, and where it turns upward into the ascending loop of Henle. ഇവിടെ എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലെ ആണ്. മെയിൻ ഫങ്ഷൻ വാട്ടർ റീഅബ്സോർപ്ഷൻ ആണ്. The descending limb mainly helps in water reabsorption through osmosis. അപ്പോൾ ഇത് ഡിസെൻഡിങ് ലിംബ് ആണ്. ഇവിടെ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ആണ് മെയിനായിട്ട് നടക്കുന്നത്. ഇത് മിഡുല റീജിയൻ ആണ്. ഇത് സറൗണ്ടിങ് മിഡുല ഹാസ് ഹൈ സാൾട്ട് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും.
As filtrate flows down, water moves out of the tubule into the medulla by osmosis. This makes the filtrate inside the tubule the more concentrated. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടി വരും. ഈ പീക്കിലെത്തുമ്പോൾ സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര ഹൈപ്പർടോണിക് ആയിരിക്കും. ഇവിടെ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കുന്നു. ഇനി എന്താണ് ക്ലിനിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഫോർ ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് loop of Henle? Essential for the creating osmotic gradient in the medulla, which allows urine concentration in later part of the nephron. Without this water reabsorption, the body would lose too much water, causing dehydration. So, ഏറ്റവും കൂടുതൽ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം. അസെൻഡിങ് loop of Henle ആണ്. Ascending limb is the second part of the loop of Henle, the U-shaped segment in the nephron. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് അസെൻഡിങ് ലിംബ്. സോ ഇത് അസെൻഡിങ് ലിംബ് ഹാസ് ടു പാർട്സ് ഉണ്ട്. ഒന്ന് തിന്നാണ്, തിൻ പോർഷൻ ആൻഡ് തിക്ക് പോർഷൻ. തിൻ പോർഷനിൽ പാസീവ് മൂവ്മെൻറ്റ് ഓഫ് അയൺസ് ഉണ്ട്. തിക്ക് പോർഷനിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് അയൺസ് ആണ്. സോ ഇവിടെ എനർജി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞത് തിൻ ഡിസെൻഡിങ് ലിംബാണിത്. ഇതിനകത്ത് പെർമിബിൾ ടു വാട്ടർ ആണ്. തിൻ അസെൻഡിങ് ലിംബിൽ H2O ഇംപെർമിബിൾ ആണ്, ബട്ട് പെർമിബിൾ ടു അയൺസ് ആണ്. ഇവിടെ H2O ഇംപെർമിബിൾ ആണ്, പക്ഷേ ഇതിന് ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ട് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഇവിടെ എനർജി ഉണ്ടെങ്കിൽ അയൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പെർമിബിലിറ്റി വാട്ടർ ഇംപെർമിബിൾ ആണ്, വാട്ടർ കനോട്ട് മൂവ് ഔട്ട്. Then permeability to solute, highly permeable to Na+, K+, chloride. So active transport of iron out of the filtrate. Ascending limbന്റെ മെയിൻ ഫങ്ഷൻ സാൾട്ട് റീഅബ്സോർപ്ഷൻ ആണ്. ഇവിടെ Na+, K+, ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടർ ഉണ്ട്. അതുവഴി Na+, K+ അയണും ക്ലോറൈഡ് അയണൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നു. ഇവിടെ സൊല്യൂട്ട് അയോൺസ് റീഅബ്സോർബ് ചെയ്യുന്നു. വാട്ടറിൽ ഇംപെർമിബിൾ ആണ്. സോ ഇത് ഫിൽട്രേറ്റ് ബിക്കംസ് മോർ ഹൈപ്പോട്ടോണിക് ആൻഡ് while the medulla remains salty. സോ എന്തുകൊണ്ടെന്നാൽ മെഡുലയിൽ എന്ത് ചെയ്യണം, മെഡുലയിലേക്ക് സൊല്യൂട്ട്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ വാട്ടർ മീൻസ് ഇംപെർമിബിൾ ആണ്. സോ ഡിസെൻഡിങ് ലിംബ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ ബോഡിയിലേക്ക് മാക്സിമം വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നു. അസെൻഡിങ് ലിംബ് ബോഡിയിലേക്ക് മാക്സിമം സൊല്യൂട്ടിനെ റീഅബ്സോർബ് ചെയ്യുന്നു. അപ്പം ടുഗദർ ദിസ് പ്രോസസ്സ് ഒരു കോൺസെൻട്രേറ്റഡ് യൂറിനാണ്, കോൺസെൻട്രേറ്റഡ് യൂറിന് ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എൻ്റെ ഫിസിയോളജിക്കൽ ആൻഡ് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് ട്രാൻസ്പോർട്ടർ ബ്ലോക്ക് ചെയ്യുന്ന ലൂപ്പ് ഡയററ്റിക്സ് ആണ്. അതിന് എക്സാമ്പിൾ ഫുറോക്സിമൈഡ് ആണ്. ഇത് യൂറിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു ബൈ പ്രിവെൻറ്റിംഗ് സാൾട്ട് റീഅബ്സോർപ്ഷൻ. ഇത് പ്രോസസ് ഇസ് എസെൻഷ്യൽ ഫോർ ദ യൂറിൻ കോൺസെൻട്രേഷൻ ആൻഡ് ദ ബോഡി ഫ്ലൂയിഡ് ബാലൻസ്. സോ ഇവിടെ അസെൻഡിങ് ലിംബിൽ നടക്കുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയുടെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും യൂറിൻ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും. ഇനി ഒരു സിമ്പിൾ കമ്പാരിസൺ ആണ് ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും തമ്മിൽ. വാട്ടർ പെർമിബിലിറ്റി ഇവിടെ ഹൈ ആണ്, ഇവിടെ നൺ ആണ്. സാൾട്ട് പെർമിബിലിറ്റി വളരെ ലോ ആണ്, ഇവിടെ ഹൈ ആണ്. ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് പാസീവ് ആണ്, ഓസ്മോസിസ്, ഇവിടെ എനർജി വേണം. ഇത് ഫിൽട്രേറ്റ് ഇവിടെ ബിക്കം കോൺസെൻട്രേറ്റഡ്
ഇവിടെ കുറച്ചും കൂടി ഡയലൂട്ടഡ് ആണ്. Distal convoluted tubule is the third segment of the renal tubule ആണ്, after the loop of Henle and before the collecting duct. In simple terms, blood Bowman's capsule ഇങ്ങനെ ഇത് ഫിൽട്ടർ ആവുന്നു, then ഇത് PCH വരുന്നു, then loop of Henle, okay, then എന്ത് ചെയ്യാണ് DCT, then collecting duct. ഇത് found in the renal cortex ആണ്, outer region of the kidney. ഇത് എന്താണ് തിക്ക് അസെൻഡ് ലിംബുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതേപോലെ കളക്ടിങ് ഡക്റ്റുമായിട്ടും കണക്റ്റഡ് ആണ്. ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് ആണ്, ഒന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള റീഅബ്സോർപ്ഷൻ, സോഡിയം റീഅബ്സോർഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ K+. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്ന ആൽഡോസ്റ്റിറോൺ ഹോർമോൺ ആണ്. ദെൻ കാൽസ്യം റീഅബ്സോർബ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത് പാരാതൈറോയ്ഡ് ഹോർമോൺ ആണ്. ക്ലോറൈഡ് കോ ട്രാൻസ്പോർട്ടഡ് വിത്ത് സോഡിയം, ഇത് പാസീവ് ആയിട്ടുള്ളതാണ്. വാട്ടർ സ്ലൈറ്റ്ലി റീഅബ്സോർബ് ചെയ്യുന്നു, ഇവിടെ ADH ആൻറ്റി ഡയററ്റിക് ഹോർമോൺ ആണ് കൺട്രോൾ ചെയ്യുന്നത്. DCT actively secretes unwanted ions and substances into the filtrate. An example ആണ് പൊട്ടാസ്യം അയോൺസ്, ഹൈഡ്രജൻ അയോൺസ്, അമോണിയം അയോൺസ് ഒക്കെ ഇത് സെക്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ആസിഡ് ബേസ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഹോർമോണൽ കൺട്രോള്, ഇവിടെ ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യാണ്, സോഡിയം റീഅബ്സോർപ്ഷന് ഇൻക്രീസ് ചെയ്യുന്നു, പൊട്ടാസ്യത്തിൻ്റെ സെക്രീഷൻ കൂട്ടുന്നുണ്ട്. പാരാതൈറോയ്ഡ് ഹോർമോൺ കാൽസ്യം റീഅബ്സോർബ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ADH ആൻറ്റി ഡയററ്റിക് ഹോർമോണ് വാട്ടർ റീഅബ്സോർപ്ഷന് സഹായിക്കുന്നു, അതായത് കളക്ടിങ് ട്യൂബുകളിൽ കളക്ടിങ് ഡക്റ്റിലൊക്കെ ഇത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ്? തൈസൈഡ് ഡയറോട്ടിക്സ് ഡിസ്റ്റൽ കൺവോൾട്ടഡ് ട്യൂബിൽ ആക്ട് ചെയ്യുന്നു, അങ്ങനെ സോഡിയത്തിൻ്റെയും ക്ലോറൈഡിൻ്റെയും റീഅബ്സോർപ്ഷനെ ബ്ലോക്ക് ചെയ്യുന്നു, യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നു. അപ്പം ഈ ഡിസ്റ്റൽ കൺവോൾട്ടഡ് ട്യൂബുകൾ പ്ലേസ് എ കീ റോൾ ഇൻ കൺട്രോളിങ് ബ്ലഡ് പ്രഷർ, ബോഡി pH ആൻഡ് കാൽസ്യം ബാലൻസ്. ഇനി കളക്ടിങ് ട്യൂബുൾ ആൻഡ് കളക്ടിങ് ഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആഫ്റ്റർ ഡിസ്റ്റൽ കൺവോൾട്ടഡ് ട്യൂബുൾ, ഇത് ഫിൽട്രേറ്റ് passes into the collecting tubule and then into the collecting duct. These are the final pathway that adjusts the composition and concentration of the urine before it leaves the kidney. ഇനി ലൊക്കേഷൻ ആണ്, കളക്ടിങ് ട്യൂബുൾ ഇൻ ദ റീനൽ കോർട്ടെക്സ് ആണ് കണക്റ്റഡ് ടു distal convoluted tubule. Collecting duct runs from the cortex deep into the renal medulla and ending at renal papilla, where the urine drains into the renal pelvis. ഇനി മെയിൻ ഫങ്ഷൻസ് ആണ്, ഒന്നാമത്തെ വാട്ടർ reabsorption under hormonal control, controlled by ADH, antidiuretic hormone or vasopressin. When ADH is present, aquaporins open, water moves out in the salty medulla, urine becomes concentrated. When ADH is absent, duct becomes impermeable to water, urine remains dilute. Sodium potassium regulation, aldosterone act on the principal cell, so the sodium reabsorption increase ചെയ്യുന്നു, പൊട്ടാസ്യം സെക്രീഷൻ കൂട്ടുന്നു, അങ്ങനെ മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് അതിന് ഹെൽപ്പ് ചെയ്യുന്നു. ആസിഡ് ബേസ് ബാലൻസ് എന്ന് പറയുമ്പം ഇവിടെയുള്ള ഇന്റർകാലേറ്റഡ് സെൽസ് ഉണ്ട്, അത് H+ ആസിഡിനെയും ബൈകാർബണേറ്റിനെയും സെക്രേറ്റ് ചെയ്യുന്നു, നോർമൽ ബ്ലഡ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫൈനൽ യൂറിൻ ഫോർമേഷൻ ആണ്, അപ്പോൾ കളക്ടിങ് ഡക്റ്റിൻ്റെ എൻഡിലെത്തുമ്പം അത് ഫിൽട്രേറ്റ് ബിക്കംസ് ഫൈനൽ യൂറിൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് കളക്ടിങ് ഡക്റ്റ് ആണ്. അപ്പം ഇത് കിഡ്നിയുടെ ഒരു എന്താണ് ഒരു സെക്ഷനാണ്.
ഇതിനകത്ത് കോർട്ടക്സ്, ഔട്ടർ മെഡുല, ഇന്നർ മെഡുല, പാപ്പില. അപ്പം യൂറിൻ്റെ ഫ്ലോ വരുന്നത് ഈ കളക്ടിങ് ഡക്റ്റ് ഉണ്ട്, ഇവിടെ ഓരോ നെഫ്രോൺസ് ഉണ്ട്, അങ്ങനെ കളക്ടിങ് ഡക്റ്റ് ഉണ്ട്. ഇത് റീനൽ പാപ്പിലയിൽ വരുന്നു, പിന്നെ മൈനർ കാലക്സ്, ദെൻ റീനൽ പെൽവിസ്, ദെൻ ഇത് യൂറിറ്റർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ നടക്കുന്നത്. ഇവിടെ ഹോർമോണൽ കൺട്രോൾ സമ്മറി പറയാണ്. ഹോർമോൺ ADH ആൻറ്റി ഡയററ്റിക് ഹോർമോൺ വാട്ടറിന് റീഅബ്സോർബ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റഡ് യൂറിന് മേക്ക് ചെയ്യുന്നു. ആൾഡോസ്റ്റിറോൺ സോഡിയം റീഅബ്സോർപ്ഷൻ, പൊട്ടാസ്യം സെക്രീഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. ANP ഏട്രിയൽ നാട്രിയൂറേറ്റിക് പെപ്റ്റൈഡ് ഉണ്ട്, ഓപ്പോസസ് ആൾഡോസ്റ്റിറോൺ, കോസസ് സോഡിയം ആൻഡ് വാട്ടർ എക്സ്ക്രീഷൻ. ഇനി ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. സ്പൈറനോലാക്ടോൺ എപ്പിലെറിനോൺ ആൾഡോസ്റ്റിറോണിനെ ബ്ലോക്ക് ചെയ്യുന്നു, അതാണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക്. അമിലോറൈഡ് ട്രാംഡറിൻ ഓൾസോ സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യുന്നു, ഓൾസോ പൊട്ടാസ്യം സ്പെയറിംഗ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ട്, ADH ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പം അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് ഉണ്ടാകുമ്പം എക്സസീവ് ആയിട്ടുള്ള ഡയലൂട്ട് യൂറിൻ ഉണ്ടാകുന്നു. ഈ കണ്ടീഷനാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഇവിടെ നെഫ്രോൺ ഫ്ലോ റീക്യാപ്പ് ആണ് പറയുന്നത്. ആദ്യം ബൊമാൻസ് ക്യാപ്സൂളിലാണ് ഫിൽട്രേറ്റ് എത്തുന്നത്, ദെൻ അത് PCT ലൂപ്പ് ഓഫ് ഹെൻലി, ദെൻ DCT കളക്ടിങ് ട്യൂബുൾ കളക്ടിങ് ഡർട്ട്, ദെൻ ഇത് റീനൽ പെൽവിസിലേക്ക് എത്തുന്നു, യൂറിൻ ഫോമിൽ യൂറിറ്റർ, ദെൻ ബ്ലാഡർ ത്രൂ എക്സ്ക്രീറ്റ് ചെയ്യുന്നു.